ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? മെട്രോ. അതായത് നമ്മുടെ നാട്ടിലുണ്ട് മെട്രോ, പക്ഷേ ഇത് അണ്ടർഗ്രൗണ്ടാണ്. ഞാനിപ്പോൾ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ എടുത്താണ് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇപ്പോൾ ഫ്ലോർ ലെവലിൽ നിന്ന് ഞാനൊരു 3 നില താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ സാധാരണ ഫ്ലോർ ലെവലിൽ നിന്ന് 3ാമത്തെ നിലയിലോട്ടാണ് ഞാൻ താഴോട്ട് ഇറങ്ങുന്നത് ലാസ്റ്റ്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ എന്താണ് പറയുക, ഇതിൻ്റെ ആഴം. അപ്പം ഞാൻ അതുവഴി ഇറങ്ങി വരികയാണ്. അണ്ടർഗ്രൗണ്ടാണ്. ഇപ്പം ഞാൻ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മാനസരോവർ എന്ന സ്ഥലത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ചാന്ദപ്പോളിൽ നിന്നാണ് കയറിയത്. ചാന്ദപ്പോൾ എന്ന് പറയുമ്പോഴത്തെ ബഡി ചോപ്പട് മുതൽ ചാന്ദപ്പോൾ വരെ അണ്ടർഗ്രൗണ്ടാണ് മെട്രോ. അപ്പോൾ ഞാൻ കാണുന്നുണ്ടോ, അവിടെ കൂടെയാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. ഭൂമിക്കടിയിലായതുകൊണ്ടാണ് അവിടെ അത്രയും കറുത്ത് കിടക്കുന്നത്. ഇവിടേക്ക് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വളഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് മെട്രോ കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ എല്ലാം വിളിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ബാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇപ്പം കാണുന്നുണ്ടോ, അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പം പുതിയ വേറെണ്ണം വരുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വേറൊരു സാധനം വരുന്നുണ്ട്, വേറെ മെട്രോ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, അതായത് ഇപ്പം ആളില്ല എന്നുള്ളതല്ല, രാവിലെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് 10-11 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. കാരണം തണുപ്പ് കാരണം ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. കണ്ടോ, ഇതിനകത്തൂടെ ഇപ്പോൾ വരും. ഇപ്പം എൻ്റെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പം അത് വരുന്നത് കേട്ടിട്ട് കറക്റ്റ് മേ ബി ഇപ്പോൾ വരും എന്ന് വിചാരിക്കുന്നു. വിത്തിൻ സെക്കൻഡ് ആണല്ലോ വരുന്നത്. അപ്പോൾ എനിക്ക് അതേ വരുന്നു, കണ്ടോ, വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് പോകാനുള്ള വണ്ടി. അപ്പം നമ്മൾ അവിടെ നിന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു കുറച്ചുകൂടെ അങ്ങോട്ട് മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ ശരി, എന്നാൽ ഞാൻ കുറച്ചുകൂടെ ബാക്കിലോട്ട് വന്നു. അപ്പോൾ അതിങ്ങനെ പയ്യെ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ നല്ല ക്ലീനൊക്കെ കേട്ടോ, നല്ല അടിപൊളി. മെട്രോ ഒക്കെ അടിപൊളിയാണ്. പിന്നെ പരസ്യം നാട്ടിൽ പോലെ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ, പരസ്യം കൊടുത്ത് പൈസ, അതെല്ലാം ഇവരുണ്ടാക്കുന്നുണ്ട്. നല്ല ഇതാണ്. എന്താണ് പറയുന്നത്, എനിക്ക് തോന്നുന്നു നഗരത്തിലെ ട്രാഫിക്കിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് എപ്പോഴും മെട്രോ തന്നെയാണ്. എല്ലായിടും മെട്രോ വരട്ടെ എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പം ഡൽഹിയിൽ പോയപ്പോഴും അതുപോലെ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ മെട്രോ. അതായത് ഇതിനകത്തൊക്കെ ഇത് കണ്ട ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ കുറച്ച് ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ വളരെ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നു. ഞാൻ വെറുതെ എടുത്തുവെന്നേ ഉള്ളൂ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും 11-12 മണി ആയതുകൊണ്ട് തന്നെ വളരെ ഇതായി, ഇറങ്ങാറായി. ഞാൻ ഇറങ്ങാനുള്ള സ്ഥലം എത്തി ഗൈസ്. അതാണ് ആൾക്കാരൊക്കെ കുറഞ്ഞു തുടങ്ങി. ലാസ്റ്റ് സ്റ്റോപ്പിലാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ രാജസ്ഥാൻ റോയൽസിൻ്റെ പരസ്യമൊക്കെ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സഞ്ജു മാത്രമല്ല, ബാക്കി എല്ലാ ടീമുകളും ഉണ്ട്. അപ്പോൾ അതും ഞാൻ കാണുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഉടനെ തന്നെ എനിക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ വിളിച്ച് പറയുന്നുണ്ട്. നിയർ ബൈ സ്റ്റേഷനായി എന്ന് പറയുന്നുണ്ട്. അടുത്ത സ്റ്റേഷൻ നമ്മൾ പറയുമ്പോൾ അഗല സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും അന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കണോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് നിങ്ങളെ കാണിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചതാണ്. പിന്നെ ബാക്കിൽ ഇപ്പോൾ നമ്മൾ ക്ലാരിറ്റി കുറവിൻ്റെ അല്ല, ബാക്കിൽ മറ്റവരിങ്ങനെ പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ അകത്ത് നമ്മളിങ്ങനെ ഇതെടുക്കുമ്പോൾ ഇങ്ങനെ കുരുത്ത പാടുകൾ, പൊട്ടുമാതിരിയുള്ള പാടുകൾ അങ്ങനെ ഉണ്ടോ. അപ്പോൾ നിയർ ബൈ ഞാൻ എത്താറുള്ള അതിനപ്പുറം ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തൊക്കെയാണ് എനിക്ക് ഇറങ്ങാനുള്ളത്. അപ്പം എത്താറായി. ബിൽഡിങ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇറങ്ങും. അപ്പോൾ അതാണ് എൻ്റെ എന്താണ് പറയുക ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. ഈ ബിൽഡിങ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇറങ്ങും. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെട്രോയും മറ്റു കാര്യങ്ങളൊക്കെ. സ്റ്റേഷൻ ഇങ്ങനെ എത്തി ഈ സ്റ്റേഷന് അടുത്ത സ്റ്റേഷനായി. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷൻ. ഓക്കെ, ഈ ബിൽഡിങ് സ്റ്റേഷൻ ഇത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കണ്ട ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്റ്റേഷനാണിത്. അത് കഴിഞ്ഞ് ബിൽഡിങ് കഴിഞ്ഞ് അടുത്ത സ്റ്റേഷനിലേക്ക് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ മെട്രോ വിശേഷം. പിന്നെ ഞാൻ ആൾറെഡി ഇതിപ്പം ഞാനിപ്പോൾ എന്താണ് പറയുക, ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ല അതിൻ്റെ മെട്രോയുടെ സൗണ്ടൊന്നും കേട്ടില്ല എന്നുള്ള ഒരു ഇത് വേണ്ട. അപ്പം ഞാൻ വിചാരിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് നമ്മൾ തന്നെ അങ്ങ് സംസാരിച്ച പോലെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ മെട്രോയുടെ യാത്ര നിങ്ങളെ വെറുതെ ഒന്ന് കാണിച്ചു തന്നുള്ള ഇച്ചിരി ബിസി ആയിരുന്നു ഗൈസ്. അപ്പോൾ താങ്ക് യു, ടാറ്റ, ബൈ ബൈ, ലവ് യു ആൾ.